നിന്നാണെണ്ണ ഉള്ള പറയാല്ലേ, നീ പുലിയാണ് കേട്ടാ. പക്ഷേ ഇത് പങ്കം തന്നെ കയ്യിൽ തോനെ കായലിടുന്നും വെച്ച് ആരെങ്കിലും സ്വന്തം വാടിയിൽ വാർണിഷ് അടിക്കുക. ചെല്ലക്കിളിയായത് കെട്ടിയതാ, അതാ കേസ് കേട്ടാ. കേസ് കേട്ടാടാ, കേസ് കേട്ടാ. എടാ മസാല എവിടാ? മസാല അടുക്കളയില്ല, മല്ലിപ്പൊടി ഇപ്പുറത്തിരിപ്പുണ്ട്. ഏത് മസാലയുടെ കാര്യമാണ് നീ പറഞ്ഞത്? ചോദിച്ചെന്തോന്നു? മസാല എന്ന് പറഞ്ഞാൽ ഇത് മാറ്റിയിട്ട് ഒരു മസാലപ്പട വിടാനാണ് പറഞ്ഞത്. അയ്യോ, പ്രായം എത്രയൊക്കെ ആയില്ലേ, നാണം ഉണ്ടാ? എന്താ നാണമില്ലെന്ന്? എന്റെ പ്രായത്തെ എന്റെ കാണുമ്പോ ഇങ്ങനെ പ്രായം തോന്നുമെങ്കിൽ എന്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. അയ്യോ, മനസ്സിലായ? എന്തോന്ന് തിന്നുന്നത്? തിന്നുന്നതാ ഇത് എന്റെ മക്കള് കൊടുത്ത് വിട്ടതാണ്. ഈന്തപ്പഴവും ബദാമും. ഇപ്പൊ ഞാൻ 3 നേരവും ഈ ഈന്തപ്പഴവും ബദാമുമാണ് കഴിക്കുന്നത്. ഇനി എഴുതിയിലോട്ട് എണ്ണയും കൂടെ ഒഴിച്ചു കൊടു. എനിക്ക് വലിയോടാ വികാരവും വിചാരവും ഒക്കെ. നിങ്ങളെ വികാരം ഞാൻ തീർത്ത് തരാം. നിന്നെ ദൈവം അനുഗ്രഹിക്കും. നീ വായി നോക്കി നിൽക്കാതെ നീ മറ്റേതൊന്നും ഇട്ട് തന്നെ. ഏത്? മസാജ് പടം ഒന്ന് ഇട്ടേടാ. മസാജ് പടവും? മസാലപ്പടം ഇടാനെന്ന്. അപ്പുറപ്പുറമൊക്കെ ആളുണ്ട്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞേ. നീ ഒന്നും പറയണ്ട. എന്ത്? എന്റെ മക്കള് എന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് മാത്രമാണ് നീ ഇവിടെ. ഞാനാണ് മെയിൻ ആർട്ടിസ്റ്റ്. ശരി ശരി, കേട്ടു. മനസ്സിലായോ? മനസ്സിലായി. നീ ആ മസാല ഒന്ന് വെച്ചാ. മസാല ഒന്നും വെക്കണ്ട. നിങ്ങളെ രാവിലെ ആശുപത്രി പോയിട്ട് എന്തായി? ആശുപത്രി പോയായിരുന്നു. ആശുപത്രി പോയപ്പോ ഡോക്ടർ എന്നെ 2-2.5 മണിക്കൂർ പരിശോധിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞു? പരിശോധിച്ചപ്പോ അദ്ദേഹം പറയാണ്, രോഗം കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, ചിലപ്പം അമിത മദ്യപാനം മുഖേനയായിരിക്കുമെന്ന്. എന്നിട്ട് മാമ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, മോൻ ഒരു കാര്യം ചെയ്യ്, തല തണുക്കൊന്ന് പോയി കുളിച്ചിട്ട് 1 ഗ്ലാസ് മോര് കഴിക്ക്, കെട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്നെ വിളി, ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മാമ, മാമന്റെ കുടി കാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്റെ കുടി കാരണം? മാമന്റെ കുടി അതായിരുന്നു. ഞാൻ വിചാരിച്ചു നീ പുള്ളി ലെക്ക് കെട്ടിരുന്നതുകൊണ്ടാണ് എന്റെ രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്തെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നാളത്തേക്കുള്ള മരുന്ന് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? ഞങ്ങള് ഒരു പട്ടിയെ മേടിച്ച്. പട്ടിയെ മേടിച്ചാ? അതിന് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകണം. പട്ടിയെ മേടിച്ചാ? പട്ടിയെ മേടിച്ച്. ഏത് പട്ടിയാടാ? ഡാഷ്. ഡാഷ് നല്ല പട്ടിയാണ്. വീട്ടിൽ പട്ടണം തന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ. ഡാഷ് ആകുമ്പോ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അതിന് പേര് 2 വരത്തില്ല. എന്താ? നമുക്ക് ഈ സാഹചര്യത്തിനനുസരിച്ച് അതിനെ പേര് വിളിക്കാം. ഈ ഡാഷ് എന്നുള്ള ഭാഗം പൂരിപ്പിച്ചിട്ട് എന്ത് പേര് വേണേലും ചേർത്ത് വിളിക്കാം. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് വേണം ഡാഷ് മോനെ എന്ന് ഞാൻ വിളിക്കാറുണ്ട്. അങ്ങനെയാണോ? പക്ഷെ ഞങ്ങളെ വണ്ടിക്ക് അങ്ങനെ പോരാ, നല്ലൊരു പേര് വേണം മാമ. നല്ല പേരെന്ന് പറയുമ്പോ കൈസറെന്നോ ടിപ്പുവെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടേ. ഇപ്പൊ പിള്ളേരുടെ പേരൊക്കെ പട്ടിക്ക് ഇടാറുണ്ട് സ്വാഭാവികമായിട്ട്. അതൊക്കെ സാധാരണ എല്ലാവരും ഇടുന്ന പേരല്ലേ, അങ്ങനത്തെ പേര് പോരാ. പിന്നെ ഞങ്ങളെ പട്ടിയുടെ പേര് കേട്ട ആളുകൾ ഞെട്ടണം. പട്ടിയുടെ പേര് കേൾക്കുമ്പോ ആൾക്കാർ ഞെട്ടണം. പട്ടിയുടെ അടുത്തോട്ട് വരെയും ചെയ്യും. അങ്ങനത്തെ കിടിലം പേര്. അത് നല്ലൊരു പേരുണ്ട്. എന്തോ? പേപ്പട്ടി. ഈ പേരെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പട്ടിയുടെ എടുക്കാന്നല്ല, നിന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യനും അടുക്കത്തില്ല. ഹലോ 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 ഹലോ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? അകത്ത് പോടാ നീ. ഞാനാ? അകത്ത് പോടാ നീ. ഇവിടെ ആരുമില്ലേന്ന്. ഇവിടെ ഇപ്പൊ ആരുമില്ല, കേറിപ്പോരെ, സേഫ് ആണ്. ഹായ്. സ്റ്റോപ്പ് ഇറ്റ്. എന്നെ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വരുമോ? എനിക്കപ്പോഴേ തോന്നി എന്തേലും കുഴപ്പം കാണിക്കാതെ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു വിടില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചു കാണും. എന്തായിരുന്നു പ്രശ്നം? അയ്യോ അതല്ല, എന്നെ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. അത് കൊള്ളാമല്ലോ. എന്താ പേര്? ടീ കുട്ടിമറിയ. എന്താ? ടീ കുട്ടിമറിയ. നീ തീ കുത്തിമറിയോ കമ്പേ കുത്തി ചാടുവോ എന്താ വേണേലും ചെയ്തോ, പക്ഷെ അത് ഇനി ഇങ്ങോട്ട് കയറി വന്ന എന്തിനാണെന്നാ ചോദിച്ചത്? അയ്യോ അതല്ല, എന്റെ പേരാ പറഞ്ഞത്, ടീ കുട്ടിമറിയ. ഓഹോ, ടീ കുട്ടിമറിയ. അതെ, അങ്ങനെയാണ് പേരല്ലേ? കക്കൂസിന് അപേക്ഷിച്ചിരുന്നോ? ഒരു ഫാറം ഞാൻ പൂരിപ്പിച്ചു കൊടുത്തായിരുന്നു. അയ്യോ അത് പോരല്ലോ, അപേക്ഷിക്കണം. അപേക്ഷിക്കണോ? ഇപ്പൊ അങ്ങനെയൊക്കെയാണോ? അതെ. അപേക്ഷിക്കാം. ഇപ്പോഴത്തെ ഓരോ നിയമ സംഹിതകളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അറിയുന്നതിന് എനിക്കൊരു കക്കൂസ് അനുവദിച്ചു തരണം, താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. അയ്യോ ഇവിടെ അപേക്ഷിക്കാനില്ല, പഞ്ചായത്തിൽ അപേക്ഷിക്കണം. അവിടെ പറഞ്ഞിരുന്നില്ലേ? ഇത് ഞാൻ ഇനിയും പഞ്ചായത്തിൽ വന്ന് ചെയ്യണോ? ഇതെന്തൊരു നടപടിയാണിത്?
അല്ല അതെന്തിനാ പഞ്ചായത്തിൽ വന്ന് അപേക്ഷിക്കണം? ഒരു കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. എന്റെ അവസ്ഥ നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? ആ പ്രഭാകരന്റെ 10 ഏക്കർ പറമ്പിൽ പോയി വെളുപ്പാങ്കാലത്ത് ബീഡിയും വലിച്ചുകൊണ്ടിരുന്ന് റബ്ബറിന്റെ പാലെന്റെ തല വീണിട്ടാണ് ഈ മുടിയെല്ലാം നരച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കഷ്ടപ്പെടുന്ന ഞാനൊരു അപേക്ഷ തന്നതിന് എനിക്കൊരു കക്കൂസിലല്ലേ ദൈവം അത് അനുവദിച്ച് തന്നുകൂടെ നിങ്ങൾക്ക്? അപ്പൊ പ്രഭാകരന്റെ പരാതി ശരിയാ. പറമ്പ് ഉപയോഗിക്കുന്നുണ്ട്, താൻ ആ 10 ഏക്കറിൽ ബീഡി വലിക്കുന്നുണ്ട്. നാനാപ്പാട് ഏക്കർ 10 ഏക്കർ ബീഡി വലിച്ചെങ്കിൽ ഞാൻ എന്ത് വേണം? അയ്യോ നാനാപ്പാട് ഏക്കറല്ല, താൻ ആ 10 ഏക്കർ ഉപയോഗിക്കാറുണ്ടല്ലേന്നാ ഞാൻ ചോദിച്ചേ. അതുണ്ട്, എന്റെ നിവർത്തികേടുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശരി ശരി, ഇവിടെ എത്ര മെമ്പർമാരുണ്ട്? ഇവിടെ ഒറ്റ മെമ്പറേ ഉള്ളൂ, ഒരു മെനകെട്ടവൻ. ഹരിയെന്ന് അവന്റെ പേര്. അവനാണ് ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കത്തുമില്ല, സദാസമയം കുടുംബശ്രീ പെണ്ണുങ്ങളെ പുറകെ നടക്കുക. പിന്നെ എങ്ങനെ നാട് നന്നാവും? വാർഡ് മെമ്പർ അല്ല സാറേ, പിന്നെ ഇവിടെ എത്ര മെമ്പർ ഉണ്ടെന്ന് ഈ വീട്ടില്? ഇവിടെ എത്ര മെമ്പർ ഉണ്ടെന്നോ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഫുൾ നെയിം പറയൂ. മുഴുവനും പേര് പറയാൻ. മുഴുവന് പേര് പറയാൻ. മുഴുവനെ പേര് പറയാൻ പുതിയ നിയമമൊക്കെ അറിയോ പഞ്ചായത്തില്? ആയിക്കോട്ടെ. എന്റെ പേര്. അയ്യോ ഇതെന്താ? പിന്നെ മുഴുവനെ പേര് പറയാൻ പറഞ്ഞു? അയ്യോ അങ്ങനെയല്ല, നിങ്ങളുടെ മൊത്തം പേര് പറയാൻ. എന്റെ പേരോ? ശിവശങ്കരൻ തമ്പി. ഓക്കെ. വയസ്സ്? 30. കഴിഞ്ഞിട്ട് 58 വർഷമായി. സെക്സ് പറയൂ. എന്ത് സെക്സ് പറയൂ? ഒത്തിരി കാലം പഴക്കമുള്ള ഒരു സംഭവമാണ്, എന്നാലും ഞാൻ പറയാം. അന്ന് എനിക്ക് 16 15 വയസ്സുള്ള ഒരു സമയം. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അവിടെ അന്ന് ആരുമില്ലായിരുന്നു. എന്നോട് പറഞ്ഞു ഇന്ന് വൈകിട്ടൊന്ന് കൂട്ടുകിടക്കാൻ വരാമോ എന്ന്. അല്ല സെക്സ് പറയാനാ പറഞ്ഞു. അതാ അതിലേക്ക് വരുന്നതേ ഉള്ളൂ. എടോ താൻ ആണാണോ പെണ്ണാണോ എന്നൊന്ന് പറയാൻ. കണ്ടിട്ട് എന്താ തോന്നുന്നു? കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാ എനിക്കെന്തൊക്കെയോ തോന്നുന്നുണ്ട്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇയാള് കുറെ നേരമല്ലോ ദ്വയാർത്ഥം വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് മാഡം. ഇവിടെ നടന്നത് ഇവിടെ കളയണം. ദയവ് ഇതൊന്ന് പുറത്തു പറയരുത് പ്ലീസ് മാഡം. അതിനിവിടെ എന്ത് നടന്നു? നിങ്ങളെ പിടിച്ചില്ലേ? അയ്യോ എന്നെ കയറി പിടിച്ചില്ല. സാധാരണ അങ്ങനെയാണ്. പിന്നെ ഞാൻ പോലീസിനെ തിന്നേക്കണം നിരങ്ങാണ് ഒത്തീർപ്പാക്കുന്നത്. എന്നെ ആരും കയറി പിടിച്ചിട്ടൊന്നും ഇല്ലടോ. തൊട്ടതോലും ഇല്ലേ? ഇല്ല. പെട്ടെന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എടു. എന്തിന്? അടിക്കും ഭാഗ്യമുണ്ട്. ദൈവമേ, നീ എന്നെ ഇലിഫിനാക്കാൻ വന്നതാണോ? ഇവിടെ വന്നത് എന്തിനാണെന്ന് കൊച്ചിനോട് ചോദിച്ചോ? നീ ഈ ഡ്യൂട്ടി ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് പോവായിരുന്നു. സമയം എത്രയായോ? 4:30. കറക്റ്റാ. ഇതെങ്ങനെയാ ക്ലോക്ക് നോക്കാതെ ഇവർക്ക് സമയം പറയാൻ അറിയുന്നേ? പുറത്തോട്ടൊക്കെ നോക്കി സമയം പറയാൻ അറിയോ? അതെങ്ങനെയാ? അതിന് വലിയ മാജിക് ഒന്നും വേണ്ട. ഉള്ളി എത്തിയിട്ട് സരോജിനി പോകുന്ന ടൈമാണ്. സരോജിനി ഇതാ പോകുന്നു. കൃത്യം 4:30 അവള് പോകും. 5:15 മഞ്ജു ബസ് സ്റ്റോപ്പിലേക്ക് പോകും പിള്ളേരെ വിളിക്കാനായിട്ട്. അത് കഴിഞ്ഞ് 6 മണിക്ക് മഞ്ജുവിന്റെ ഭർത്താവ് തിരിച്ച് ഇതുവഴി വരുമ്പോ ഞാൻ എണീറ്റ് കുളിക്കാനും പോകും. കറക്റ്റ് ടൈമിംഗ് ആണ്. അയ്യോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലാപലകയത്. ശീലാപലകയോ? ശീലയുടെ പലക. ഷീൽഡ് പലക പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അയ്യോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നോ? ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നൊന്നും അല്ല വെച്ചേ. പിന്നെ തീപ്പൊരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ഭാർഗവൻ പിള്ളയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലയുടെ പലകയാണത്. ഷീൽഡ് പലകം. ശീലയുടെ പലക. അല്ല ഈ അവാർഡ് എന്തിനാ കിട്ടിയത്? കഴകേറ്റ മത്സരത്തിന്. കഴകേറ്റ മത്സരം എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? തീപ്പൊരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിക്ക് കഴകേറ്റം ഉണ്ടായിരുന്നു. ഒറ്റ ഒരുത്തം കയറിയില്ല, ഞാൻ നടന്നു കയറി. അങ്ങനെ കിട്ടിയതാണ് ഈ പലക. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ചെറുപ്പക്കാര് ട്രൈ ചെയ്ത് ആർക്കും വിജയിക്കാൻ പറ്റിയില്ല. അവസാനം ഇവരെന്ത് ചെയ്തെന്നറിയോ? ഈ കഴയൂരി നിലനിട്ടപ്പോൾ ഞാൻ നടന്നങ്ങ് കയറി അതിന്റെ അറ്റം വരെ. അങ്ങനെ അവര് എന്റെ ശല്യം സഹിക്കാതെ വന്നപ്പോ തന്നെ ശിലാഫലകയാണത്. കൊള്ളാം. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ല പക്ഷെ ഞാൻ ഈ പഞ്ചായത്തിൽ നോക്കിയപ്പോഴേ അതിന്റെ രേഖകളൊന്നും കണ്ടില്ല. രേഖകൾ എങ്ങനെ കാണും? ഞാൻ ഉപ്പു സത്യാഗ്രഹത്തിന് ഇറങ്ങിയതാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് അവസാനിച്ചത്. മനസ്സിലായോ? അതെങ്ങനെ ഉപ്പു സത്യാഗ്രഹത്തിൽ പോയിട്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റും? ഞാൻ ഉപ്പു സത്യാഗ്രഹത്തിന് ഇറങ്ങിയപ്പോൾ പെണ്ണുമ്പിള വിളിച്ചു പറഞ്ഞു, ഹലോ മനുഷ്യ, നിങ്ങൾ ഇത് എവിടെ പോവുകയാണ്? ഞാൻ പറഞ്ഞു, എടീ ഞാൻ ഉപ്പു സത്യാഗ്രഹത്തിന് പോകുന്നു.
നിങ്ങൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ നടന്നു. ഇവിടെ ഉപ്പില്ല, മുളകില്ല, പച്ചക്കറിയില്ല, അരിയില്ല, തേങ്ങയില്ല, ഒരു സാധനവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്റെ മനസ്സിലൊരു ചിന്തനം. ചിന്തനോ? എന്ത്? ഒരു ചിന്തനം, ഒരു ചാഞ്ചാട്ടം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആലോചിച്ചു, ഇത്രയും സാധനങ്ങൾ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് എന്തിന് ഞാൻ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകണം? ഒരു കിറ്റിന് വേണ്ടിയുള്ള ഒരു സമരം ചെയ്തുകൂടെ? കിറ്റിന് വേണ്ടിയുള്ള സമരം ചെയ്തു. അതാണ് കിറ്റ് ഇന്ത്യ സമരം. പക്ഷേ ഞാൻ ഈ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആ. അതിലൊന്നും സാറിന്റെ പടം കണ്ടിട്ടില്ലല്ലോ. എന്റെ പടം എങ്ങനെ കാണും? ഞാൻ ആ സമയത്ത് ഒരു ചെറിയ തിരക്കിലായിരുന്നു. അതായത് ആകപ്പാട് അന്ന് 100-150 കിറ്റേ ഉള്ളായിരുന്നു. ആരോഗ്യമുള്ളവരെല്ലാം ഈ കിറ്റ് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയി. എനിക്ക് കിട്ടാത്തതിന്റെ ദേഷ്യത്തിന് സ്റ്റേജിന്റെ പുറകെ നിന്ന് സംഘാടകരെ തെരുവിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഈ ഫോട്ടോ എടുത്തത്. അപ്പൊ ഫോട്ടോയിൽ ഞാൻ വന്നില്ല. അതാണ് സംഭവം. ഓ ശരി ശരി. എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? നിങ്ങളുടെ കക്കൂസിലുള്ള അപേക്ഷ പാസ്സായിട്ടുണ്ട്. പാസ്സായി. 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. 10,000 രൂപ ആ. എന്റെ പട്ടിക്ക് വേണം. 1.5 ലക്ഷം രൂപ അല്ലാതെ എനിക്ക് കക്കൂസ് പണിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ 10,000 രൂപ കൊണ്ട് എനിക്ക് എന്ത് തികയാനാണ്? 1.5 ലക്ഷം രൂപയോ കക്കൂസ് പണിയാനോ? എനിക്ക് എന്റെ കക്കൂസ്, എന്റെ ആഗ്രഹത്തിനൊത്ത കക്കൂസ് പണിയണമെങ്കിൽ എനിക്ക് 1.5 ലക്ഷം രൂപ വേണം. അതെന്തിനാ 1.5 ലക്ഷം രൂപയുടെ കക്കൂസ്? 1.5 ലക്ഷം രൂപയുടെ കക്കൂസിനകത്ത് ഫുൾ AC ആയിരിക്കണം, ചെറിയ ഒരു പുൽത്തകിടി, പിന്നെ ഒരു പാറക്കെട്ട്, ഒരു കുറ്റിക്കാട്, പിന്നെ ഒരു പാലം, ഈ പാലത്തിനടിയിൽ കൂടെ ഒഴുകുന്ന ഒരു അരുവി. ഇത്രയുണ്ടെങ്കിലേ എന്റെ കക്കൂസിന്റെ പണി തീരുള്ളൂ. അതിന് 1.5 ലക്ഷം രൂപ വേണം എനിക്ക്. ഒരു കക്കൂസിനകത്ത് ഇതൊക്കെ എന്തിനാ? എങ്കിലേ എനിക്ക് പ്രഭാകരന്റെ 10 ഏക്കർ പറമ്പിൽ പോയി ഇരുന്ന് വെളുപ്പാങ്കാലത്ത് ബീഡിയും വലിച്ചുകൊണ്ട് ഇരുന്ന് കിട്ടുന്ന ആ ഒരു വൈബ് എനിക്കിവിടെ കിട്ടുള്ളൂ. എന്റെ ഈശ്വരാ, ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നതല്ലേ, ആ. അനുഭവിച്ചോ? ഏ